ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒരു SI പറയുക, സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളോട് പറയാ, ഇവിടുന്ന് പോകുന്നതിന് മുന്നേ നിന്റെ മുഖം അടിച്ചു പൊളിക്കുമെന്ന്. ആ പോലീസ് സ്റ്റേഷനിലായിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ ആ SIയും അങ്ങനെ ആർജവമുള്ള ഏതെങ്കിലും പോലീസുകാരുടെ വന്നിട്ട് തൊട്ട് നോക്കട്ടെ. അവന്റെ മുഖം വിട്ടിട്ടുണ്ടല്ലോ, ഒന്ന് അടിച്ചു പൊളിച്ചു നോക്കട്ടെ. എന്താ ചെയ്യാൻ പറ്റുക നമുക്കൊന്ന് നോക്കാം. സമരം ചെയ്യുന്നവർ അങ്ങനെയാണോ പറയണ്ടേ? മുഖം അടിച്ചു പൊളിക്കുന്നു. എന്നിട്ട് ഇപ്പൊ ഞാൻ ചോദിച്ച പോലെ അടിച്ചു പൊളിക്കുമെന്ന്. എന്നാ ഞങ്ങൾ വെല്ലുവിളിക്കുക. പുറത്തൊന്നും പോകണ്ട, പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇവന്റെ മുഖത്തൊന്ന് തൊട്, പിന്നല്ലേ അടിച്ചു പൊളിക്കുന്നു. ഒന്ന് തൊട്ട് കാണിയില്ല. ഇവിടെ ഒരു നിയമസഭാ സാമാജികനെതിരെ കൊലവിളി നടത്തി, നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? നേരെ എത്രയായാലും ഒരു കേസെടുത്തോ? ഇനി ആ വെല്ലുവിളിച്ചവരോട് പറയാ, ഞാൻ പാലക്കാടുണ്ട്, ടൗണിലുണ്ട്, തലയെടുക്കാൻ കൊതിച്ചു നിൽക്കുന്നവർ ഇങ്ങോട്ട് വാ, തലയൊന്ന് എടുത്തു കാണിര്. കാല് വെട്ടുമെന്ന് പറഞ്ഞാൽ ആ കാലുറപ്പിച്ചിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത്, ഒന്ന് എടുത്തു കാണിര്. അങ്ങനെ എന്നെ അങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയം തീരുമോ? BJPക്കെതിരായിട്ടുള്ള പോരാട്ടം അവസാനിക്കൂ. ഞാനില്ലെങ്കിൽ അടുത്ത ആള് വരും. എന്താ ഇവിടുന്ന് തല കൊയ്തിട്ട് അവര് ബാക്കി ഉണ്ടാക്കട്ടെ? പോലീസ് നടപടി, ഇവിടെ പോലീസിനെ നയിക്കുന്നത്, ഞാനതാ പറഞ്ഞത്, മുനിസിപ്പാലിറ്റി മാത്രമാണ് BJP ഭരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷന്റെ മേലധികാരി BJP അല്ല. ഞാൻ ചോദിച്ചല്ലോ, ഇവിടെ കഴിഞ്ഞ ദിവസം KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞൊരു മന്ത്രി, ആ മന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ MPയും MLAയും പങ്കെടുക്കുന്നു. ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്നുള്ള സമരം. എന്താണ് നമുക്ക് മനസ്സിലായത് പോലുമില്ല. ആ സമരത്തിൽ കേസില്ല, അവിടെ അടിയില്ല, അവിടെ അടിക്കാൻ പോയില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഒരു BJPയുടെ ഒരു കൊട്ടേഷൻ നേതാവ് പറയുകയാണ്, എന്താണ്, കാലെടുക്കും, പോലീസിന് കേസുണ്ടോ? ഇന്നിപ്പോ വന്നിട്ട് വേറൊരു BJP നേതാവ് പറയുക, തലയെടുക്കും, പോലീസിന് കേസുണ്ടോ? എന്റെ ഓഫീസിന്റെ ഫ്രണ്ട് ഇന്നലെ കോപ്രായം കാണിച്ചു. ലാത്തി ചാർജ് അവിടെ ഉണ്ടായോ? പരാതി കൊടുത്തിട്ടുണ്ട്. ലാത്തി ചാർജ് നടത്തിയോ? ഇതാണ് ബ്ലോക്ക് പ്രസിഡന്റ് പരാതി കൊടുത്ത ആളാണ്. ലാത്തി ചാർജ് ഉണ്ടായോ? DCC ഓഫീസിന് മുന്നിൽ മാർച്ച് നടത്തി, തോന്നിവാസങ്ങൾ മുഴുവൻ കാണിച്ചു. അവിടെ ലാത്തി ചാർജ് ഉണ്ടായോ? BJPക്കെതിരായിട്ട് ഒരാൾ കമാന്ന് രക്ഷമിണ്ടാൻ പാലക്കാട്ടെ പോലീസ് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ ആ സ്റ്റേഷനിൽ നിന്ന് സംസാരിക്കാം. എന്തെടുക്കുക? കേസെടുക്കും, കേസ് എന്താ പുത്തരിയ?